വന്നിരിക്കുകയാണ് യുണീക്ക് SMBയുടെ അടുത്തൊരു വീഡിയോ ആയിട്ട്. ഗൈസ്, നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഡിലേ ഉണ്ടാവും. കാരണം ഞാനിപ്പോഴും മലപ്പുറത്താണ്. എറണാകുളത്തേക്ക് ചെല്ലണം. ഇന്ന് ചെല്ലുമോയെന്നറിയില്ല, നാളെ ആവും ചെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. ഗിൽ നോക്കട്ടെ, വീഡിയോ പൊളിക്കണം. കുറേ വീഡിയോ ഇടാണ്ട് എടുക്കണം, എന്നിട്ട് വേണം ഇടാൻ. ഓക്കെ, നമ്മുടെ ക്രേസികളും അഡ്മിനും ഒക്കെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്, ഒന്ന് DC കയറി നോക്കട്ടെ. DC-യിൽ അയ്യോ, പക്ഷെ നമുക്ക് DC-യിലുണ്ട്. ഓക്കെ, സൂര്യണ്ണ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, കെംബോക്സ് നമുക്ക് ഇതിൽ സർവറിൽ ആർക്കും തെറി വിളിക്കാനോ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു ചെങ്ങായി എന്നൊന്നും പറയാൻ പറ്റില്ല, ചാറ്റിൽ തെറി വിളിക്കുകയായിരുന്നു. ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. WTF എന്നാണ് ഇട്ടേക്കണേ. ഓക്കെ, ഇതൊക്കെ പറയണം, എന്നാലേ നമുക്ക് നടക്കുള്ളൂ. മൈൻക്രാഫ്റ്റ് നമുക്ക് കളിക്കാം, നോ വിഷയം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സുഡിയോണ്ണൻ്റെ പിന്നെ സുഡിയോണ്ണ, എൻ്റെ ഷോപ്പ് പണി കഴിഞ്ഞിട്ട് എനിക്ക് 2 വില്ലേജറിനെ സെറ്റാക്കി തരണം, മറ്റേ ഇതായിട്ട്, ഷോപ്പ് അസിസ്റ്റൻ്റായിട്ട്. ഓക്കെ, ഞാൻ വാൺ ചെയ്യാം. ഓക്കെ, റിപ്ലൈ ഡിസ്കോഡിൽ നിങ്ങൾ കയറും കേട്ടോ. നിങ്ങൾക്ക് കയറാൻ പറ്റും ഡിസ്കോഡിൽ. ഇതാണ് ഡിസ്കോഡ്, ദ ഫ്ലാഷ് ഗെയിമേഴ്സ്. ചാറ്റ് നമുക്ക് വോയിസ് ഇട്ട് നമുക്ക് കളിക്കാം, നോ വിഷയമല്ല. ഒരു വിഷയമല്ല, എന്തൊക്കെയാടാ പറയുന്നത് ഞാൻ. ഓക്കെ, നമുക്ക് മൈൻക്രാഫ്റ്റിൽ തന്നെ തിരിച്ചു പോകാം. അത് കേൾക്കുന്നില്ല. ഇടയിൽ കൺട്രോളറൊക്കെ ഉണ്ട് ഗൈസ്. കൺട്രോളറൊക്കെ പുതിയ സാധനം ഇറക്കി. കൺട്രോളർ കൊണ്ട് SMB കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ ഇടുകയാണെങ്കിൽ സെക്കൻഡ് പേഴ്സണിൽ, തേർഡ് പേഴ്സണിലൊക്കെ പോകും. അതാണ് പ്രശ്നം. ഓക്കെ, കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത്, അതായത് ഈ യുണീക്ക് SMBയുടെ അല്ല, നമ്മുടെ മറ്റേ ലെറ്റ്സ് പ്ലേ സീരീസ് ഒന്നും ഇടാത്തത് കാരണം ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അല്ല, എറണാകുളത്തില്ല തന്നെ. അവിടെ അത് നമുക്ക് SMB ഒക്കെ മാത്രം ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ. അത് നെറ്റ് ഒന്ന് വേണം എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇനി റിലീംസ് ആക്കിയിട്ടൊക്കെ കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കണം. ഇത് ലോഡാവണം. SMB എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഗാവും. ഇപ്പോൾ നമ്മളൊരു SMB ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ സെർവർ മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ സംഭവമുണ്ട്. ഈ SMB തന്നെ 2-3 വട്ടം അടിച്ചു പോകാൻ പോയതാണ് ഈ SMB. ഓക്കെ, എന്നിട്ട് എങ്ങനെയൊക്കെ ഒരു കോഡൊക്കെ ചെയ്ത് എന്തൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ട് നേരെയാക്കിയതാണ്. അത് ലോഡാവാൻ കുറച്ച് നേരം എടുക്കും ഗൈസ്. അതാ ലോഡായി. രാത്രിയാണെങ്കിൽ തീർന്നു. ഞാൻ ഇതിൻ്റെ സൈഡിലാവും മിക്കാറും. ഷോപ്പ് അടിക്കാവും. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ വാച്ച് നോക്കിട്ടെ. തീർച്ചയായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കും. അതാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് നമ്മൾ ലോഗിൻ ചെയ്യണം. ഈ SMBയിൽ കുറേ ഇതുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്യാല്ലാതെ വേറെ ആർക്കും പരിപാടി നടക്കില്ല. നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് പരിപാടി നടക്കില്ല. ഓക്കെ,
അപ്പം ഞാൻ അടിക്കുന്ന പാസ്വേഡ് ആവില്ല, നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾക്ക് പറയും. ഇതുണ്ടത് നമ്മളൊരു കോൺക്രീറ്റ് ജനറേറ്റർ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം ഉണ്ടാക്കി. കോൺക്രീറ്റ് ഇപ്പോൾ കയ്യിൽ ഒരു ഇത്രയും കോൺക്രീറ്റ് ഉണ്ട്. ഇനിയും കോൺക്രീറ്റ് ഉണ്ട്. ഐ തിങ്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഉണ്ടാക്കാനുണ്ട്. ഇല്ല, സ്റ്റക്കായി പോയി. ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ സാൻഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഉണ്ടാക്കാം. കുറച്ച് പണിയുണ്ട്. ഡീപ്സിലേറ്റ് ഞാൻ പിന്നെയും പഴയതുപോലെ ആക്കി ആർമറൊക്കെ പിഗ്ലിയും കൊന്നിട്ട്. ഓക്കെ, ലാൻഡ് ക്ലൈം ചെയ്യണം. വേണ്ട, എവറസ്റ്റ് ലെഫ്റ്റ് ആയതല്ല. പവർ ഓഫ് സുഡ്വണ്ണൻ. എങ്ങനെയായിരുന്നു ഞാൻ ലാൻഡ് ക്ലെയിം ചെയ്യുന്നത്? സോറി, എന്തൊക്കെ പറയണ്ട ഈശ്വരന്മാർ. ഇതാണ് കോർണർ. അപ്പോൾ ഇവിടുന്ന് ഒന്ന് അങ്ങനെ പോയിട്ട് ഒരു കോർണർ കൂടി. ക്ലൈമാനൊക്കെ കാണുന്നു ഈ കോർണർ. ചിലവൊന്നും ക്ലൈം ആവില്ല. ക്ലൈം ആവാത്തല്ല, ക്ലൈം ചെയ്യാനൊന്നും അറിയില്ല. നമ്മൾ അസംബ്ലി ഒക്കെ ആദ്യമായിട്ടില്ല കളിക്കുന്നത്. അപ്പോൾ വിഷയമാണ്. നമുക്ക് പ്രൊഫഷണൽസിനെ കൊണ്ട് ക്ലെയിം ചെയ്യിപ്പിക്കാം. എന്നിട്ട് അവരുടെ നിന്ന് പെർമിഷൻ മേടിച്ചാൽ മതി. ഇത് പെർമിഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ ആൾക്കാർക്ക് ബേസിൽ വന്നിട്ട് പരിപാടി നടക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങളാരെങ്കിലും എൻ്റെ ബേസിൽ വന്നു എന്നിട്ട് എൻ്റെ ഈ ചെസ്റ്റ് കുറക്കാൻ നോക്കി, നടക്കില്ല. ഈ സാധനങ്ങൾ പൊട്ടിച്ചു കൊണ്ടുപോകാൻ നോക്കി, നടക്കില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി. ഒരു പേരെന്തായിരുന്നു, കമ്പോസ്റ്റ് സാധനമില്ലേ, ഇതുണ്ടാക്കണ സാധനം. ഇതിപ്പോൾ സ്കെൽട്ടൺ ഫാമിൽ നിന്ന് കിട്ടിയ ഇത് ബോൺ മീൽ ഉണ്ടാക്കണ ഫാം. സ്കെൽട്ടൺ ഫാം, അയൺ ഫാമൊക്കെ ഉണ്ട് നമുക്ക്. അയ്യാ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടീമിലുള്ള ഒരു ചെക്കൻ്റെ ഇത് പോയി. ആർമർ, നെതറൈറ്റ് ആർമറായിരുന്നു അവന് ഉണ്ടായിരുന്നത്. അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരുന്നു. അത് ആരും എടുത്തുകൊണ്ട് പോയതല്ല, ചെസ്റ്റ് ബഗ്ഗായിരുന്നു. ചെസ്റ്റ് ബഗ് വന്നിട്ട് പോയി. എന്നിട്ട് അവന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഒന്നുമില്ല, ആർമേഴ്സ് മാത്രമേ ഉള്ളൂ. ആർമറും ടൂൾസും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ XP ഫാമിൽ പോവാം. XP ഫാമിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എൻചാൻഡ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ എൻചാൻഡ് ചെയ്യാം. അപ്പം ഞാൻ കുറേ വട്ടം ചത്തു. മറ്റേ ഇത് ചെയ്യുമ്പോൾ തന്നെ കുറേ വട്ടം ചത്തു. അതായത് മറ്റേ സാധനമല്ലേ, അതിൻ്റെ പേര് കോൺക്രീറ്റ് ജനറേറ്റർ. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചു പോയിട്ട് അങ്ങനത്തെ ജനറേറ്ററാണ് ഉണ്ടാക്കി. ഓക്കെ, മറ്റേ രീതിയിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഒബ്സർവറും മറ്റേ കിണ്ടിയൊക്കെ ഉണ്ടാക്കി. കിണ്ടിയോ ഒബ്സർവറും മറ്റേ സാധനമില്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു, സാധനം ഉണ്ടല്ലോ, ഡ്രോപ്പർ. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് നോക്കി. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ ഒബ്സർവർ ഡിറ്റക്റ്റ് ആയിട്ട് മറ്റേ ഒരു ഇത് ഡ്രോപ്പ് ചെയ്യും, കോൺക്രീറ്റ് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെയും വെച്ചിട്ട് പൊട്ടിക്കണം. അങ്ങനെ പരിപാടി. പക്ഷെ എനിക്കത് 3 കോൺക്രീറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അയ്യോ, ബഗ് ഉണ്ടോ? എൻ്റെ ഷോപ്പ് അവിടെ വരുന്നത്. അത് ഞാൻ ലാൻഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷയമല്ല. അവിടേക്ക് എന്താടാ, വാട്ട് ഇസ് ദിസ്? എന്തൊക്കെയാടാ പറയുന്നത്? എന്താ ലൈറ്റൊക്കെ ഇവിടെ പുതിയ പരിപാടിയോ? കൊള്ളാട്ടോ. അയ്യോ, മുള്ളുണ്ട്, ചാവേണ്ടി വരും. എടാ, എൻ്റെ കടയുടെ മുമ്പിലാണ് കേട്ടോ ലൈറ്റ് കൊണ്ടുവയ്ക്കുന്നത്. കട പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോക്കടിക്കുകയാണ്. പക്ഷേ കുറച്ച് ബൾബൊക്കെ ആയിട്ട്. പക്ഷെ ബൾബല്ലേ ഇത്, മറ്റേ സാധനത്തിന് പേരെന്താടാ, ടോർച്ച്. ആരെയും കിടന്ന് ഉറങ്ങും. ഇതില് ചോപ്പ് മാറ്റി പിടിക്കുകയാണ്. പണി കുറച്ചുകൂടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം.
കോൺക്രീറ്റ് കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള ആദ്യം രാവിലെ ആട്ടെ നമുക്ക് പോയിട്ട് കുറച്ചുകൂടി ഇതുണ്ടാക്കാം. കോൺക്രീറ്റ് നമ്മൾ ബാമ്പൊക്കെ നട്ടിട്ടുണ്ട് കടയുടെ അവിടെയല്ല, ഇതില് കോൺക്രീറ്റ് കടയിലല്ല മറ്റേ ഒരാൾക്ക് ഇവിടെ 2 കട വരെ ഇടാം. അപ്പം നമ്മൾ ഒരു കട ഇട്ടുണ്ട്. ഒരാൾക്ക് പറയുമ്പോൾ ഒരു ടീമിന് ഒരു കട 2 കട ഇടാം. അപ്പം ഞാൻ ഒരു കട ഇട്ടു. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കടയും കൂടി ഇട്ടാം. ഇപ്പം എമറാൾഡും ഡയമണ്ടൊക്കെയാണ് ഒരു കടയത്തെ സാധനങ്ങൾക്ക് വില. ഒരു 32 ബ്ലോക്ക് കോൺക്രീറ്റിന് ഒരു ഡയമണ്ടോ അല്ലെങ്കിൽ 7 എമറാൾഡ് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം. എമറാൾഡാണ് ഇതിൽ മെയിൻ. അയ്യോ ചക്ക പൊട്ടിച്ചാവും. ബഗ് ഉണ്ടോ? ബബിള് കയറുന്നില്ല. അവിടെ ഫുൾ സോംബീസ് ആയിരിക്കും. ഒന്ന് സ്ലീപ്പ് ചെയ്യണം. സാക്കോൻ്റെ ബേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാക്കോൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീം തന്നെയാണ്. അവൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ബേസ് എല്ലാവരും പണിയാണ്. അവൻ ഫാംസും ഇതൊക്കെയാണ് പോയി വന്നിരിക്കുന്നത്. ബേസ് പണി തുടങ്ങുന്നുള്ളൂ. ബേസ് ഞാൻ കാണിച്ചു തരാം. അവിടെ ബ്രീപ്പർ അസ്സലാമലൈക്കും. നമ്മുടെ പേര് ബനം. ഞാൻ മിന്നാന്നൊക്കെ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ മിന്നാന്നൊക്കെ നമ്മൾ ട്രിപ്പ് പോകലും നമ്മൾ ഇവിടെ വരെ പോയി. ഇവിടെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, മറ്റേ സ്ഥലം ഉണ്ട്, തൃശ്ശൂർ ജില്ലയിലൊരു സ്ഥലമല്ലേ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളേ, അതിരപ്പള്ളി. അവിടെ പോയി. KSRTC ഇതൊന്നും തുറക്കാത്ത ഇപ്പോൾ സോംബിയുടെ കടിയുണ്ട്. ചാട്ടെ പണി എക്സ്പീരിയൻസ് ആവുമ്പോൾ കാണിച്ചു തരാം. കുറച്ച് പണിയുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് വീഡിയോ എടുക്കണം. എല്ലാം എനിക്ക് അത്യാവശ്യം നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ആൾക്കാരെ കൊണ്ട് സമീപിക്കുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക ഗൈസ്. ഞങ്ങൾ പിന്നെ കുറച്ചുകൂടി വ്യൂസൊക്കെ കൂടിക്കഴിഞ്ഞാലും മെർച്ചും അങ്ങനത്തെ പരിപാടി ഗീവവേയും ഒക്കെ ചെയ്യും. ഇത് ബഗ് കണ്ട അടിച്ചു പോയി. അങ്ങനെ വരും. 47 FPS. അമ്മേ PC ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ. എൻ്റെ ഒരു ഗെയിമിംഗ് ടേബിളും ഗെയിമിംഗ് കസേരയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കീബോർഡ്, മൗസ്, ഒരു ലാപ്പുണ്ട്. ഇത് ഗെയിം കളിക്കാൻ പറ്റില്ല. ലാപ്പിൽ സ്റ്റുഡൻറ്റ് ഓഫീസ് വർക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ ഇവിടെ നെറ്റ് കുറവാണ് ഗൈസ്. എൻ്റെ റൂമിൽ റൂട്ടറുണ്ട്. അതായത് വൈഫൈയുടെ ആ ബോക്സും വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു റൂട്ടറും വെച്ചിട്ടുണ്ട്. എന്നിട്ടും കറണ്ടോ പക്ഷേ നെറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടേക്ക് നെറ്റ് കിട്ടണില്ലേ. അന്ന് നിങ്ങൾ കണ്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊന്നോ ചൂടുവെണ്ണം ഇട്ടിട്ട് എന്താ പത്ത് കഥ. നെറ്റില്ല. താഴെ നിന്നാൽ നല്ല നെറ്റ് കിട്ടും, പക്ഷെ താഴെ നിന്ന് ഇങ്ങനെ എടുക്കാൻ എനിക്ക് ഒരു മടിയാണ് ഗൈസ്. ഇവിടെ ഇനി എൻ്റെ റൂട്ടർ വാങ്ങിയിട്ട് ഈ റൂട്ടർ വെച്ചിട്ട് ഇവിടെ വേറെ പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒരു കണക്ഷൻ പോലെ അപ്പം നമ്മൾ സാധാരണ വൈഫൈ ഉണ്ടാവില്ല. അതെ വൈഫൈ ഇതുണ്ട്. ഓക്കെ എന്തുകൊണ്ടാണ് അത് പിന്നെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് നെറ്റില്ല, അതാണ് പ്രശ്നം. നെറ്റിൻ്റെ പ്രശ്നം. പിന്നെ റൂട്ടറൊന്നും നോക്കിയില്ല. നെറ്റിൽ നിന്നൊക്കെ കാണിച്ചിട്ട് ആളെ കളിപ്പിച്ച് ഈ വഴി കറന്നു വരും നെറ്റ്.
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നമ്മുടെ അതാ അതാ വൈഫൈയുടെ റൂട്ടറിൻ്റെ ലെഗട്ട് കുഴി വന്നു. നേരെ എന്നെ നോക്കി കഴിക്കുന്ന രീതിയിലാണ് റൂട്ടറിൻ്റെ ലെഗ് വെച്ചത്. ഇനിയിപ്പോൾ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഇവരെടുത്ത് ഞാൻ ഇടും. പിന്നെന്താ, ആരും ഇല്ലാത്തതുകൊണ്ടൊന്നും സംസാരിക്കാനും ഇല്ലാത്ത പ്രശ്നമേ. സിംഗിളായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതാ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പം ഇനി ഞാൻ താഴെ പോയിട്ട് എടുക്കേണ്ടി വരും. എൻ്റെ വീട് 2 പേരെ ആയതുകൊണ്ട് മുകളിൽ ഒരു റൂട്ടറുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, താഴെയാണ് നല്ലതായിട്ട് നെറ്റ് കിട്ടുക. അയ്യോ SMB ഒക്കെ ക്രിയേറ്റ് ചെയ്യണ ഒരു സമ്മതിക്കണടാ. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദ ഫ്ലാഷ് ഗെയിമേഴ്സ് SMB എന്നൊക്കെ പറയും. ഒക്കെ നടക്കുമെന്ന് പോലും അറിയില്ല. ഞാൻ എൻ്റെ സ്റ്റിക്കി നോട്ട്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റിക്കി നോട്ടിൽ മോട്ടിവേഷനും പിന്നെ നമ്മുടെ ഇതൊക്കെ ഫ്ലാഷ് ഗെയിമേഴ്സിൻ്റെ SMB ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ എഴുതി വെച്ചു. ഇതൊക്കെ എഴുതി. ടെക്നോബ്ലേറ്റ്സ് നെവർ ഡൈസ് അതൊക്കെ എഴുതിയിരുന്നു. നെവർ ഗീവ് അപ്പ് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ഡു ഇറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ദ ഫ്ലാഷ് ഗെയിമേഴ്സ് എഴുതിയിട്ടുണ്ട്. ബഡി എഴുതിയിട്ടുണ്ട്. ടൊയോട്ട സൂപ്പർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബിക്കം റിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. BMW M4 എന്ന് എഴുതിയിട്ടുണ്ട്. PS5 എന്ന് എഴുതിയിട്ടുണ്ട്. ഫിസിക് 6 പാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അർണോൾഡ് ദ മാൻ ഓഫ് ഫിസിക് എന്ന് എഴുതിയിട്ടുണ്ട്. ദ ഹുഡി മാൻ എന്ന് എഴുതിയിട്ടുണ്ട്. പോൾ വാക്കർ സൂപ്പറാന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. വന്നോ ഞാൻ വന്നു പറഞ്ഞിട്ട് ഞാൻ പോടി. എൻ്റെ വീട്ടിൽ തന്നെയാണോ? ലോഗിൻ 1 2 3 4 5 6 5 6 ബ്രോ ഇതെന്തത്? ഞാൻ ലോഗിൻ ചെയ്തടാ. ലാഗൊന്നും അതിന് കയ്യൊക്കെ തട്ടിയിട്ട് മാറട്ടെ, സീനാവും. കണ്ടോ ലാഗാണ്. കണ്ടോ അവിടെ ചാറ്റിൽ ഗെയിംബോക്സ് പറയുന്നുണ്ട്. ഗെയിംബോക്സിന് ബാനൊക്കെ ലോഗിൻ 1 2 3 4 ഇട്ടിട്ട് കാണില്ല. ഞാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, താഴെ സെറ്റായി. ബഗ് എന്ത് ബഗ്ഗടാ കുറച്ച് നല്ല തണുത്ത ക്യാച്ചുണ്ടല്ലേ. ഈ നിവിൻ പോളിയുടെ സിനിമ കണ്ടത്തൊക്കെ തോന്നുന്നു. ഇതെന്ത് ബഗ്ഗടാ. ഇതൊക്കെ കണ്ടോ സെർവർ വെച്ചിട്ട് ഇതിൻ്റെ മോളിക്ക് പണിഞ്ഞു കളിച്ചരാം. നല്ല തണുത്ത കേക്കുണ്ടല്ലേ. ദേഷ്യം വരും. സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അയ്യോ സാൻഡ് ഇപ്പോൾ എവിടെ നടത്തിയോ? സാൻഡ് കൈനോട്ടം കളിച്ചെടുത്ത് ഉണ്ടോയെന്നറിയില്ല. പോയേക്കാം. നെതറിൽ പോയിട്ട് മറ്റേ പിഗ്ലിൻ്റെ അടി വന്നിട്ടാണ്. ഇപ്പം എല്ലാവരും ഉള്ളപ്പോഴേ നെതറേറ്റ് മൈനിങ്ങിനൊക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു ധൈര്യമില്ല കേസ് ഒറ്റയ്ക്ക് പോകാൻ. മുട്ട ധൈര്യമില്ല. മുട്ട കയറും. മുട്ട ബഗ്ഗണ്ട ബഗ്ഗ് അപ്പോൾ കോയിനെ തയ്ച്ചിട്ട് എത്താൻ ചാവാത്ത മുട്ട. അല്ലെങ്കിൽ അപ്പോൾ ലെഫ്റ്റ് ആവും. ഇതിലെന്തെങ്കിലുമൊക്കെ നടക്കും. ഈ മുട്ട കറങ്ങുന്നുണ്ടല്ലോ. മഞ്ഞപ്പൂ കൂടെ ഉണ്ട് കേട്ടോ. മഞ്ഞ കൊണ്ടിട്ടൊക്കെ ഉണ്ടാക്കാൻ നീരുണ്ടാക്കാം. മുട്ട കിട്ടി. എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂവും അവർക്ക് പ്രശ്നമുണ്ട്. എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അവർക്ക് പ്രശ്നം. അയ്യോ അവരുടെ നെറ്റിനും പ്രശ്നമുണ്ട്. പിന്നെ ലാഗ് കുറേ ഉണ്ട്. ഞാൻ
ഞാൻ പറഞ്ഞൊരു നാവും ഇതായി. ഇവിടെ റെഡ് ബുള്ളോ വെള്ളം എന്തെങ്കിലുമൊക്കെ വെക്കണം. അവിടെ നിന്ന് ഞാൻ ഫാൻ്റെ കത്തി. റെഡ് ബുള്ളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഫ്രിഡ്ജ് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം. അവിടെ ഞാൻ ഇവിടുന്ന് ഫാൻ്റെ അവിടെ നിന്നല്ലല്ലോ, കുറച്ചുകൂടി വലിയ സ്ഥലത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് നമ്മുടെ ജി ടി ഒക്കെ നമുക്ക് മറ്റേ PF ഡിസൂസ് ഇല്ലേ, PF ഡിസൂസ് മെസ്സേജ് അയച്ചു ഗൈസ് ഇതിൽ ഡിസ്കോഡിൽ. ഞാൻ അങ്ങോട്ട് അയച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്, അല്ല നമ്മളെ ആരെങ്കിലും മെസ്സേജ് അയക്കുമോ? ഇവനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, മിസ്റ്റർ വെയിറ്റ്. ഇതിനെയാണ് ഞാൻ കണ്ടു, ഞാൻ കണ്ടിരുന്നു. ഇതിനെന്നോ ബഗ് അപ്പോൾ സാൻഡ് ഒക്കെ കൂടി ഇപ്പോൾ വരും, കയ്യിൽ കൂടെ വരും, അല്ലെങ്കിൽ തിരിച്ചു പോകും. കണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഗൈസ്. ബഗ് അടിച്ച് വേണ്ടി വരും, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, ചില ടീമിന് നല്ലൊരു പ്ലേ കളിക്കാൻ പറ്റും. ഇനി ബഗ് വരില്ല എന്നൊക്കെ പറഞ്ഞതാണ്. നമ്മൾ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. സർവറിൻ്റെ ഓരോ സംഭവങ്ങളുണ്ട്, കോഡിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് അഡ്മിൻസിനും കൂടുതലും ഇവർക്കൊക്കെ അറിയും. അയ്യോ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, നമ്മളിവിടെ കളി ഇതിൻ്റെ ബാക്കിൽ കുറേ പരിപാടി ഉണ്ട്. ചാറ്റിൽ കാണാൻ പറ്റും. ചാറ്റ് രാത്രി 12 മണിക്കൊക്കെ ഇരുന്ന് കളിക്കുന്നവരുണ്ടടാ. രാത്രി 12 മണിക്ക് ഞാനും ഇടയ്ക്കിടയ്ക്ക് കയറും. രാത്രി 12 മണിക്ക് കളിക്കും. ഞാൻ കയറും, എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവര് കയറുന്ന കണ്ടിട്ട് ഞാൻ കയറും. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, കറണ്ടൊക്കെ പോയി. അയ്യോ വോയിസ് ചാറ്റിൽ കയറും, മൈൻക്രാഫ്റ്റിൽ ചിലപ്പോൾ കയറും, സമയം ഉണ്ടെങ്കിലൊക്കെ കയറും. ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് ഉറങ്ങണതാണ്. ഇന്നലെ പറഞ്ഞ 2 മണിക്കെങ്ങാണ്ടാ കിടന്നു തുടങ്ങി. ഒരു വിഷയമല്ല, പൈസകളൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ്. അയ്യോ സാൻഡ് ബഗ്ഗായിട്ട് അടിച്ചു. 2 സ്റ്റാക്കെങ്കിലും വേണ്ടി വരും. സാൻഡ് ഇതിൽ ഞാൻ കോൺക്രീറ്റ് സോപ്പാണ് ഇടുന്നത്, അപ്പോൾ സാൻഡ് എന്തായാലും വേണം. അയ്യോ ഞാൻ ജനറേറ്റർ അങ്ങനത്തെ ജനറേറ്റർ അല്ല ഉണ്ടായിരുന്നത്, ഓട്ടോമാറ്റിക് ഉണ്ടാക്കുന്നതല്ല. മറ്റേ ക്രാഫ്റ്റർ ടേബിൾ അങ്ങനത്തെ ഒരു സാധനമില്ലേ, ക്രാഫ്റ്റർ ടേബിൾ എന്താ അതിൻ്റെ പേര്, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. കിങ് ഡ്രേക്ക് വരട്ടെ, നമുക്ക് അതിൻ്റെ ഒക്കെ ഉണ്ടാക്കാം. അതിന് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയണേ. ഫോണൊക്കെ ചാവാറായി പറയണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ താഴോട്ട് വീണു. ഇത് ബഗ് അടിച്ചിട്ട് ബെഡ് റോക്കിലേക്ക് പോയി, ചത്തില്ല. ഇതൊന്ന് മണലി കളക്റ്റാകത്ത് ഇജാതി പറ്റി മോനെ. അതാണ് സീന്. അപ്പോൾ ഒരു സ്റ്റാക്ക് ആക്കണം, പക്ഷെ ഒരു സ്റ്റാക്ക് ആക്കണം, ഒരു സ്റ്റാക്ക് എന്നൊക്കെ വരണം. എന്നിട്ട് വേണം പോവാൻ. ചോമ്പി അടിച്ച് ചാവായിരുന്നായി, ബാക്കി വിഷയമല്ല. 3 നാളെ പറിക്കാം. രാവിലെ ഒക്കെ ഉണ്ട്, വിഷയമല്ല. ചെമ്പത്തിനെ കൊല്ലണം. ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. ചക്കമുണ്ട്, നന്നായിട്ട് ചക്കമുണ്ട്. അപ്പോൾ ഇനി എവിടെയും സ്റ്റാൻഡ് കിടക്കുന്നുണ്ടോ ഇല്ലല്ലോ പൊട്ടിച്ചത്. വെറുതെ ഒരു പണിട്ട് ഇങ്ങനെ നീങ്ങണമെന്നൊക്കെ പറയണവര് വെറുതെ പണിയെടുക്കാതെ സ്റ്റാൻഡ് തന്നെ കൊടുക്കണ ടോർച്ച് കൊടുക്കുന്നതായിരുന്നു. എന്നാൽ മറ്റേ പരിപാടി തന്നെ കൂട്ടും. ഇപ്പം മുകളിൽ നിന്ന് വരുന്നതൊക്കെ തന്നെ കൂട്ടിയിട്ട് കയ്യിൽ വരും. പൂവല്ലേ കുറേ ഇല്ലേ, എത്രയും തോക്കാനില്ലല്ലോ.
ലെഫ്റ്റാവും ഞാൻ ലെഫ്റ്റാവുന്നു എൻ്റെ ഉള്ളിലത്തെ പാട്ടാണ്. എൻ്റെ ഒച്ചയിരിക്കും ഇങ്ങനെ അല്ല, നമ്മൾ നേരിട്ട് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടി, ഏത് മൈക്കിൽ, ഞാനേ അല്ല, ഐ ആം നോട്ട് എ ഹ്യൂമൻ. നമുക്കൊരു അടിപൊളി മൈക്കൊക്കെ മേടിക്കണം, എന്നാലും വീഡിയോ ക്വാളിറ്റി വീഡിയോ ഇത് ക്വാളിറ്റി അല്ല, വീഡിയോ അത്യാവശ്യം നല്ലൊരു വീഡിയോ ആക്കാൻ പറ്റുള്ളൂ. ക്വാളിറ്റി എന്നല്ല, മൈക്കിൻ്റെ വോയിസ് ക്വാളിറ്റി ഒക്കെ അതാണ് ഉദ്ദേശിക്കണേ. പറയുമ്പോൾ അങ്ങനെയൊക്കെ ആവും. ഇവിടെ വേറൊരു പാലമുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ ആദ്യത്തെ ബേസ്. എന്നിട്ടാണ് എന്തെങ്കിലും ഞാൻ പൊട്ടിക്കുന്നില്ല. എന്നിട്ടാണ് നമ്മൾ അയ്യോ 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 ക്യാരറ്റ് തിന്ന് ഒച്ച 2 മണിക്കൂർ കഴിഞ്ഞിട്ടേക്ക് ഇത് വന്നത് ഉണ്ടോ ഉണ്ടോ ബഗ് ആ ഞാനൊരു വില്ലേജറാണ്. അയ്യോ നമ്മളിങ്ങനെ പോന്ന് സാധിക്കണം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞാൻ പിന്നെ കളിച്ചിട്ട് പിന്നെ വീഡിയോ ഇടാം, കാരണം നെറ്റില്ല.